ഹലോ, നമുക്ക് എളുപ്പത്തിൽ വീട്ടിലിരുന്നുകൊണ്ട് ഒരു ചെറിയ വരുമാന മാർഗ്ഗം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നിങ്ങൾക്ക് കുറച്ച് നീളമുള്ള തുണി കഷ്ണങ്ങൾ മാത്രം മതി. ഞാനിതാ ഇവിടെ 4.5 ഇഞ്ച് നീളത്തിലും അതേപോലെ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 22 ടു ഒരു 40. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏത് ലെങ്ത്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഐ മീൻ വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 4.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ നല്ല വശവും കൂടി ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്വിങ് മെഷീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ടും വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതെങ്ങനെ ഇതുപോലെ ഒന്ന് 2 എഡ്ജും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഇട്ട ശേഷം വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിലെ ഉള്ളിലെ ആ ലെയർ നമ്മളൊന്ന് ജസ്റ്റ് അതിനെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെക്കുന്നു. ഇത് കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ സാറ്റിൻ ക്ലോത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ എഡ്ജൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെയാണ് മടക്കി വയ്ക്കുന്നത്, കണ്ടല്ലോ. വീണ്ടും ഒന്നും കൂടി കാണിക്കാം. ഈ എഡ്ജുള്ള ഭാഗത്തിനെ കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാനാണ്. അതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചു. അവസാനം അടിയിലെ പീസിൻ്റെ നല്ല വശവും കൂടി വരുന്ന ആ എഡ്ജാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചായിട്ട് താഴെ നിന്ന് ഇങ്ങനെ വലിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഫുള്ളായിട്ട് നല്ല ഭാഗത്തേക്ക് തിരിഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പോർഷനിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. കാരണം നമുക്കിനി ഇതുപോലെ തിരിച്ചെടുക്കാനും അതുപോലെ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ബാക്കിയുള്ള ഈ ഒരു ഗ്യാപ്പ് ഇട്ട ഭാഗത്ത് കൂടെ നമുക്ക് ഒരു 8 ഇഞ്ച് നീളത്തിലുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ഇഞ്ച് വിട്ടുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അധികവും 4 ഇഞ്ച് വിട്ടുള്ളത് എടുക്കുമായിരിക്കും നല്ലത്. ഇനി 1/2 ഇഞ്ചിൻ്റെ എടുത്താലും വലിയ കുഴപ്പമില്ല. പിന്നെ അത് നമ്മൾ ഈ ഒരു സൈഡും കൂടി ഇതൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണ്, പിന്നു യൂസ് ചെയ്തിട്ട്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് എടുത്തിട്ട് വരുമ്പോഴേക്കും ഈ അറ്റം അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറിപ്പോവും. അങ്ങനെ നമ്മളിത് മുഴുവനും ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിന് ശേഷം അത് രണ്ടും കൂടി ഒന്നുകിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി. രണ്ട് ഇലാസ്റ്റിക്കിൻ്റെ അറ്റം പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ നമ്മൾ ഇതിനായിട്ടിട്ടത്, ആ ഭാഗം ഒന്ന് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ക്രഞ്ചി റെഡി. അപ്പോൾ ഇതുപോലെ മറ്റ് പല മെറ്റീരിയൽസിലും സാറ്റിനിലും ഓർഗൻസയിലും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ നല്ല പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇട്ടോളൂ. അപ്പോൾ പെട്ടെന്ന് സെയിലായിട്ട് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും അതേപോലെ തന്നെ ഫാബ്രിക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാനും ഫാബ്രിക്സ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഈ വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്